എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് വീട്ടുവിശേഷങ്ങളും പിന്നെ നല്ല അടിപൊളി ഒരു ടിപ്സും ഒക്കെ ഉൾപ്പെടുത്തിയാണ് കേട്ടോ. ടിപ്സ് എന്ന് പറയാൻ പറ്റത്തില്ല, നല്ല നമ്മൾക്ക് എന്നാ അത് ഞാൻ പറഞ്ഞു തരാം, അല്ലാതൊന്നും എനിക്ക് പറയാൻ അറിയത്തില്ല കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്, അതുപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഒത്തിരി പേര് ഇപ്പം നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 12 ഇട്ടത് ഇപ്പോഴും കമൻറ്റ് വരുന്നുണ്ട് കേട്ടോ. ഒത്തിരി പേര് ഓരോ കാര്യങ്ങൾ ചോദിച്ച് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പച്ചക്കറിയൊക്കെ നടന്നതിനും പറഞ്ഞാൽ ആദ്യം കൂടെ ഒന്ന് പറഞ്ഞിട്ട് കേട്ടോ. ഞാൻ കടപ്ലാവിൻ്റെ കാര്യം പറയുന്നത്, കടപ്ലാവ് വീട്ടിലുണ്ടെങ്കിൽ ദോഷമെന്നല്ല ഞാൻ പറഞ്ഞത്. കടപ്ലാവ് നമ്മുടെ വീടിൻ്റെ മുറ്റത്തുണ്ടെങ്കിൽ പെരയ്ക്ക് മുകളിൽ വളർന്നാൽ ദോഷമാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ വീട്ടിലുള്ളൊരു കടപ്ലാവ് നടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതാണ് ഞാൻ പറയുന്നത്. കടപ്ലാവ് വീട്ടിൽ അത് കിളുത്ത് കായ ഉണ്ടായാലും ദോഷമല്ല. ഞാൻ അങ്ങനെ ഇവിടെ നട്ടിട്ടുണ്ട്, പക്ഷെ ഞാനല്ല നട്ടത്, വേറെ ആളെ കൊണ്ടാണ് നടിയിച്ചത്. അത് കായുണ്ട്, ഇപ്പോൾ നമ്മൾ പറിച്ച് കറി വെക്കുകയും ചെയ്യുന്നുണ്ട്. അത് ദോഷമൊന്നുമില്ല. ഞാൻ പറയുന്ന ഒന്നാ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇവിടുന്ന് കണ്ടേച്ച് നിങ്ങൾ കമൻറ്റ് ഇങ്ങനെ വാരിക്കോരിയിടല്ലേ കേട്ടോ. ചിലപ്പോൾ സങ്കടവും കൂടെ തോന്നാറുണ്ട്. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ കിട്ടിച്ച് നമ്മൾ പറയാത്ത കാര്യങ്ങളൊക്കെ അതിലൂടെ വിളിച്ച് നിങ്ങൾ പറയുമ്പോഴത്തേക്ക്, കമൻറ്റിലൂടെ പറയുമ്പോഴത്തേക്ക്. പിന്നെ പറയാനുള്ളത്, നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴേ നമുക്ക് ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാനായിട്ട് പോവുക. അപ്പം നമ്മൾ പറയത്തില്ലേ ഒരു ശകുനം കണി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, നമ്മൾ പോകുമ്പോഴത്തേക്ക് ഇപ്പം നമ്മൾ പോകുമ്പോൾ ആരെങ്കിലും ഒരാളൊരു വാക്കത്തിയോ കോടാലി കൊണ്ടൊക്കെ പോയാൽ നമ്മൾ പറയും, ഓ ഇന്നത്തെ ദിവസം പോയി പൂച്ച വിലങ്ങിയടേ നമ്മൾ പറയുന്നത്. അങ്ങനെയൊക്കെ വിശ്വാസമുണ്ട് എനിക്ക്. പൂച്ചത് വിലങ്ങിയാണെന്ന് എനിക്ക് വിശ്വാസമൊന്നുമില്ല. ചില കാര്യങ്ങളൊക്കെ ഈ ചൂലും കൊണ്ടൊക്കെ നിൽക്കുന്ന കണ്ടേച്ച് പോയി കഴിഞ്ഞിട്ടുള്ള അന്നത്തെ ദിവസം കുളവാന്നി പോയി അനുഭവിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഇതാകാതെ നമുക്ക് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കറ്റാർ വാഴ പിന്നെ പനിക്കൂർക്കയുടെ ചെടിയും കൂടെ ഒന്നിച്ച് ഒരു ചട്ടി നടണം. ഒരു ചട്ടി നട്ട് നമ്മുടെ വീടിൻ്റെ മുൻവശത്ത് വെച്ച് കഴിഞ്ഞ് നമുക്കത് ഇറങ്ങുമ്പോഴേ നമുക്കത് കാണാൻ പറ്റുന്ന രീതിക്ക് വേണം വെക്കാനായിട്ട്. ഇപ്പം നമ്മൾ ഇറങ്ങുന്നത് അത് നോക്കിച്ച് നമ്മൾ പോയാൽ നമ്മൾ പോകുന്ന കാര്യം സാധിച്ചു കിട്ടുമെന്ന്. പിന്നെ നമ്മുടെ വീടിന് നല്ലൊരു പോസിറ്റീവ് എനർജി പോസിറ്റീവ് എനർജി നമ്മൾ ചിലർ പറയത്തില്ല, ഓ അവർ ഇത്രയൊക്കെ ചെയ്തു അങ്ങനെയൊക്കെ പറയുന്ന ഈ ഇതിനെ കണ്ണുദോഷവും അങ്ങനെ പറയത്തില്ലേ, ആ സംഭവങ്ങളൊക്കെ ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നമ്മൾ വീണ്ടും മുറ്റത്ത് നട്ടുവെച്ചാൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറിക്കിട്ടും. അപ്പോൾ ഇത് 10 പൈസ മുടക്കില്ലാത്ത കാര്യമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കറ്റാർ വാഴയും പനിക്കൂർക്കയും കൂടെ ചെടികൾ ഒന്നിച്ച് ഒരു പാത്രം, ഞാനിപ്പോൾ കാണിച്ചു തരാം. ഞാനിവിടെ ഒരു കുഞ്ഞു ബക്കറ്റിൽ വെച്ചേക്കുന്നത് കേട്ടോ. അങ്ങനെ വെച്ചാൽ മതി. അങ്ങനെയാണ് വെച്ചേക്കുന്നത്. അതുപോലെ നിങ്ങൾക്കും വെക്കാം. അതെല്ലാം ചെടിച്ചട്ടി വേണമെങ്കിൽ വെക്കാം, എങ്ങനെയുള്ളതും വെക്കാം കേട്ടോ. രണ്ടും കൂടെ ഒന്നിച്ച് വേണം വളർന്നിക്കായിട്ട്. അത് നമ്മൾ കാണുന്നത് നല്ലതാണ്. അതുപോലെ നമ്മുടെ വീടിന് കിട്ടുന്ന ദൃഷ്ടിദോഷം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ചെടി നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നട്ടുവെച്ചാൽ നമുക്ക് മാറിക്കിട്ടും. അപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ബാക്കി നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. ഇനി ഞാൻ കാണിക്കുന്നത് വെച്ചാൽ, ഞാൻ ഇതിനു മുമ്പ് വീഡിയോയിൽ ഇട്ടിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കാണേണ്ടവർക്ക് കാണാം, അല്ലാത്തവർക്ക് പോകാം എന്ന് ഞാൻ പറയുന്നുള്ളൂ. പിന്നെ ഇതിന് മുമ്പ് ഞാനിട്ടേക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതിൽ നെഗറ്റീവ് പറയാൻ പലരും വരുമെന്ന് എനിക്കറിയാം, പക്ഷേ അങ്ങനെയല്ല. എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് വീഡിയോയിലൂടെ കാണാമേ. അപ്പം ഞാൻ കറ്റാർ വാഴ ഇങ്ങനെയാണ് നട്ടേക്കുന്നത്. ഈ ഒരു ബക്കറ്റിനകത്ത് ഇതുപോലെയാണ് നട്ടേക്കുന്നത്. നിങ്ങൾക്ക് ചെറിച്ചട്ടിയിലോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നതാണ് ഞാൻ കാണിക്കുന്ന വീഡിയോയിലൂടെ. അപ്പം നിങ്ങളെല്ലാവരും പറയായിരിക്കും ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നതൊക്കെ ഞങ്ങൾക്ക് അറിയത് പുതിയതായിട്ട് വന്നവർക്ക് വേണ്ടി മാത്രമാണ് ഇതിപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പലരും പറയായിരിക്കും ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കാൻ ഞങ്ങൾക്കൊക്കെ അറിയാം, ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയായിരിക്കും. പക്ഷേ ഇത് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്നത് മാത്രമല്ല കേട്ടോ അതിനകത്ത് കാണിക്കുന്നത്. നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോഴത്തേക്ക് പാത്രത്തിൽ മുഴുവൻ അതിൻ്റെ മാവ് പിടിക്കത്തില്ലേ, അങ്ങനെ പിടിക്കാതെ നമുക്ക് മാവ് കുഴച്ചെടുക്കുന്നതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം ഒരു പാത്രത്തിലോട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുക, കുറച്ച് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് അതിനകത്ത് ചേർക്കുക. നമ്മൾ എന്തോരം പൊടിയാണ് എടുക്കുന്നത് അതിനുള്ള ഉപ്പ് ചേർക്കുക അതിനകത്ത്. എന്നിട്ട് ആ ഉപ്പ് ആ വെള്ളത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ച ശേഷം ആ പാത്രത്തിൽ ഒന്ന് റൗണ്ട് ചുറ്റി ആ പാത്രം മുഴുവൻ ഒന്ന് നനയ്ക്കുക. നനച്ച് വെള്ളം വെളിയിലോട്ട് തെറിച്ച് പോയാൽ അല്ലാത്ത രീതിയിൽ നനച്ചെടുക്കുക. എന്നിട്ട് അതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടി ഇട്ടെടുക്കുക. പൊടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചും കൂടെ വെള്ളം വേണ്ടി വരും. എന്നിട്ട് ആ വെള്ളം കുറേശ്ശെ ഒഴിച്ച് നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പോലെ കുഴയ്ക്കുക. എന്നിട്ട് ഓരോ സൈഡിൽ നിന്നും കുറേശ്ശെ നമ്മളൊന്ന് കുഴച്ചെടുക്കുക. എന്ന് വെച്ചാൽ പൊടി കുറച്ച് നമ്മൾ നനച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു സൈഡിൽ നനയാത്ത കാണുമല്ലോ, പൊടിയായിട്ട് കിടക്കുന്നില്ല, അതും ഇങ്ങനെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് നനച്ചെടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് കുഴയ്ക്കുക. നല്ലപോലെ വെച്ചാൽ ഈ നനച്ചെടുത്ത പൊടിയെല്ലാം കൂടെ ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മുടെ കയ്യിലൊക്കെ സാധാരണ ചപ്പാത്തിക്ക് മാവ് കുഴച്ചാൽ കൈയൊക്കെ നല്ലപോലെ മാവായിട്ടിരിക്കും. നമ്മൾ ഈ എടുക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ തോന്നും ഭയങ്കരമായിട്ട് മാവ് കയ്യിലൊക്കെ അങ്ങ് പറ്റിയിരിക്കും എന്നൊക്കെ തോന്നും കേട്ടോ. പക്ഷെ നമുക്ക് കുഴച്ച് വരുന്ന അനുസരിച്ച് നമ്മുടെ കയ്യിലെ
മാവൊക്കെ അത് അതിനകത്തെ മാവിലേക്ക് അങ്ങ് സെറ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ചിലരൊക്കെ പറയും ഞങ്ങൾക്ക് ഇതിനൊക്കെ നല്ലതായിട്ട് മാവൊക്കെ കുഴയ്ക്കാനറിയാം, ചൂടുവെള്ളത്തിൽ കുഴയ്ക്കാം എന്നൊക്കെ പറയുക. പക്ഷേ ഞാൻ അത് പച്ചവെള്ളത്തിലാണ് കുഴയ്ക്കുന്നത് കേട്ടോ. പൊടിക്ക് നല്ല മയവും കിട്ടുന്നുണ്ട്. പൊടി നല്ല മാവ് കുഴച്ച് വെക്കുന്നതിന് നല്ല മയവും കിട്ടുന്നുണ്ട്. അപ്പം എല്ലാവരും പറയും ഇതിനൊക്കെ നല്ലതായിട്ട് ഞങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. ഞാൻ ഉണ്ടാക്കുന്ന രീതി നിങ്ങളെ ഒന്ന് കാണിച്ചേക്കുന്നതേ ഉള്ളൂ കേട്ടോ. എന്നെയൊക്കെ നല്ലതായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നവരും മാവ് കുഴയ്ക്കാൻ അറിയാവുന്നവരൊക്കെ കാണുമായിരിക്കും. പക്ഷേ എന്നാലും ഞാൻ ചെയ്യുന്ന രീതി നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രയോജനപ്പെടുന്നെങ്കിൽ പെട്ടോട്ടോ എന്നോർത്താണ്. അപ്പം മാവെല്ലാം ഞാൻ കുഴച്ച് കഴിഞ്ഞ് അതിനകത്ത് നിങ്ങൾ ആ പാത്രം ശ്രദ്ധിച്ചോണം കേട്ടോ. ഒത്തിരി ഇട്ട് ഞാൻ കുഴയ്ക്കുന്നില്ല, ആ മാവെല്ലാം കൂടെ ഒന്ന് സെറ്റ് ആക്കുന്നേ ഉള്ളൂ കേട്ടോ. അല്ലാതെ എണ്ണ ഒഴിച്ചോ അങ്ങനെ ഒന്നും കുഴയ്ക്കുന്നൊന്നുമില്ല. അപ്പോൾ ആ പാത്രത്തിൽ നമ്മൾ ഇച്ചിരി മാവിടയിലേക്ക് ഇരിപ്പണി ചുമ്മാ ഒന്ന് വെള്ളമുകൊണ്ട് തോണ്ടിയാൽ മതി. അത് നല്ലപോലെ ഇങ്ങനെ ഇളകി പോരും കേട്ടോ. അതിനകത്ത് നമ്മൾ ആ മാവിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ആ പാത്രത്തിനകത്ത് മാവ് കുഴച്ചാന്ന് പോലും അറിയത്തില്ലേ. അത്രയും നല്ല നീറ്റായിട്ടായിരിക്കും ആ പാത്രം ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടോട്ടെ നിർത്തി. സാറിന് എല്ലാവർക്കും ചപ്പാത്തിക്ക് മാവ് കഴിക്കുമ്പോൾ ഈ പാത്രത്തെ പിടിച്ചിരിക്കുന്നതാണ് ഏറ്റവും വലിയ പാട്. അതാണ് എല്ലാവർക്കും ഏറ്റവും വലിയ മടി. ഇതുണ്ട്, ഇതിപ്പോൾ അതിനകത്ത് മാവ് കുഴച്ചതെന്ന് പോലും പറയത്തില്ല. അതുപോലെ നീറ്റായിട്ട് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയുടെ മാവെല്ലാം കുഴച്ച് വെച്ച് ഞാനൊന്ന് ഒരു 15 മിനിറ്റത്തേക്ക് മൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞു. ചപ്പാത്തിയുടെ മാവൊക്കെ നല്ലപോലെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് മറ്റ് കറികളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ എടുക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ മാവ് നല്ല പഞ്ഞി പോലുള്ള മാവായി. ഞാനിപ്പോൾ തൊടുന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും, നല്ല പഞ്ഞി പോലത്തെ മാവായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിനി ചെറിയ ഉരുളകളാക്കി ഇനി പരത്തിയെടുക്കാം. അപ്പോൾ ഞാനിന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൂരി ഒത്തിരി മാവ് ഞാനിപ്പോൾ കുഴച്ചിട്ടുണ്ട്. പൂരി ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്, പിന്നെ കുറച്ച് ചപ്പാത്തി ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്ത് വെക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ 2 കാര്യങ്ങൾക്ക് കൂടെ വേണ്ടിയാണ് ഞാൻ ഇന്ന് മാവ് കുഴച്ചെടുത്തേക്കുന്നത്. അപ്പോൾ ചെറിയ ഉരുളകളാക്കി പൂരിക്കുള്ളത് മാവ് പരത്തുന്നത് ഞാൻ പൊടിയിൽ തന്നെയാണ്. എണ്ണ ശകലം പോലും ഇതിനകത്തൊന്നും ചേർക്കുന്നില്ല. ഇത് എണ്ണയിലിട്ട് വറുത്തെടുക്കാൻ മാത്രമേ എടുക്കുന്നുള്ളൂ. ബാക്കി ഒന്നിന് ഞാൻ എണ്ണ വെച്ച് പരത്താനോ അങ്ങനെ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. പൊടിയിട്ട് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഓർക്കും പൊടിയിലൊക്കെ ഇങ്ങനെ പരത്തി എടുത്തു കഴിഞ്ഞാൽ എണ്ണയ്ക്കകത്തോട്ട് ഇതിടുമ്പോഴത്തേക്ക് എണ്ണ നല്ലപോലെ ചൂടായി കിടക്കുമ്പോഴത്തേക്ക് എണ്ണ കരിയത്തില്ലേ, കരിഞ്ഞ് അതിനകത്ത് കിടക്കത്തില്ലേ എന്ന് നോക്കുക. അതിന് പൊടിയെ അങ്ങനെ ഒരിക്കലും വരത്തില്ല. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത പരിപാടി എന്നാന്ന് വെച്ചാൽ ഈ പരത്തുന്നത് നമ്മൾ സാധാരണ ഇങ്ങനെ നിരത്തിയല്ലേ ഇടുന്നു, ഒന്നത്തെ മുട്ടാതെ ഒക്കെ ഇടുന്നത്. ഞാൻ പക്ഷേ അങ്ങനെയല്ല, ഒന്നിന് പുറത്തായിട്ട് ഇങ്ങനെ അടിക്കടിക്ക് വെക്കും കേട്ടോ. അടിക്കടിക്ക് വെക്കുമ്പോഴത്തേക്കുള്ള ഗുണം എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ ചേർത്ത പൊടി ഉണ്ടല്ലോ, ആ പൊടി അതിനകത്തേക്ക് അങ്ങ് ആ ഒരു പരത്തി വെച്ച മാവിലേക്ക് തന്നെ അങ്ങ് ചേരും. നമ്മൾ ഇത് ചുട്ടെടുക്കാറാകുമ്പോഴത്തേക്കുണ്ടല്ലോ അത് ശകലം പോലും പൊടി കാണത്തില്ല. നല്ല പച്ചമാവ് മാത്രമായിട്ട് ഇങ്ങനെ ഇരിക്കും. ഇപ്പം നമ്മൾ എണ്ണയ്ക്കകത്തിട്ട് ഇടുമ്പോഴത്തേക്ക് യാതൊരു പ്രശ്നവും വരത്തില്ല. പൊടിക്ക് ആ എണ്ണയ്ക്കകത്ത് പൊടി കിടന്ന് കരിയോ അങ്ങനെയൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ചപ്പാത്തി എല്ലാം ഒന്ന് പരത്തി, ചപ്പാത്തിയല്ല പൂരിക്കുള്ള മാവെല്ലാം ഒന്ന് പരത്തി എടുക്കുകയാണ്. അങ്ങനെ മാവെല്ലാം പരത്തി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി ഇതുണ്ട്, ഏറ്റവും ആദ്യമേ ഞാൻ വെച്ചതാണ് ആദ്യമേ ഇനി ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ അവസാനം ഉണ്ടാക്കിയതാണ് ഏറ്റവും ഉണ്ടാക്കിയിരിക്കുന്നത്. അതിന് തിരിച്ച് അനങ്ങി അങ്ങനെ അങ്ങോട്ട് വെക്കും. വെച്ച് കഴിയുമ്പോഴത്തേക്ക് ആദ്യം പരത്തി തൊട്ടെടുക്കുന്നുണ്ട്. ശകലം പോലും അത് പൊടിയായിട്ടില്ല കേട്ടോ. നല്ലപോലെ മാവേലോട്ട് അതൊക്കെ സെറ്റായിട്ട് നമ്മളിനിപ്പോൾ എണ്ണയിലേക്ക് ഇടുമ്പോഴത്തേക്ക് ആ പൊടിയുടെ ഒരു ആ കരിപ്പോ അങ്ങനെയൊന്നും വരുത്തുന്നില്ല. എണ്ണയ്ക്കകത്തൊന്നും ഇത് വരത്തില്ല. എണ്ണ നല്ലപോലെ നമ്മൾ ചൂടായതിന് ശേഷമേ നമുക്ക് അതിനകത്തേക്ക് മാവ് ഇടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പൊടിയോട് കൂടിയൊക്കെ ഇടുമ്പോഴത്തേക്ക് ഉണ്ടല്ലോ 2-3 എണ്ണ ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതങ്ങ് എണ്ണയ്ക്ക് കളർ തന്നെ അങ്ങ് മാറും. അപ്പോൾ ഞാൻ വെജിറ്റബിളിലിട്ടാണ് ചപ്പാത്തി ഉണ്ടാക്കുന്നത്, പൂരി ഉണ്ടാക്കുന്നത്. ചപ്പാത്തി എന്ന് പറയുന്നത് പൂരി ഉണ്ടാക്കുന്നത്. അപ്പോൾ പൂരി അതിനകത്തേക്ക് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ പൂരിയെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കുവാണ്. അപ്പോൾ ഇത് നല്ലപോലെ മയവും കൊണ്ട് നമ്മളിതിപ്പം നല്ലപോലെ ഒരു ഇത് മൊരിച്ചാണ് എടുക്കുന്നത്. പക്ഷെ അങ്ങനെ മൊരിച്ചെടുത്തെന്ന് പറഞ്ഞാലും ഒത്തിരി കട്ടിയായിട്ടിരിക്കത്തില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ എന്നുവെച്ചാൽ നല്ലപോലെ ഇത് പൊള്ളി വരും. ഞാൻ ഈ പപ്പടം കുത്തിയിട്ട് അതിലിട്ട് കുത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിക്കുന്നതുകൊണ്ടാണ് അതങ്ങനെ പൊള്ളി ഒത്തിരി വരുന്നതായിട്ട് കാണിക്കുക. അതിൻ്റെ ഒരു കിഴുത്ത വീണ് കഴിഞ്ഞാൽ പിന്നെ അത് ശരിക്കും പൊള്ളി വരത്തില്ല. അങ്ങനെ ഇതുണ്ടോ, ഇതുപോലെ പൊള്ളി കിട്ടും നമുക്കെല്ലാം. അപ്പോൾ ഞാൻ ഈ പപ്പടം കുത്തിയിട്ട് ഇങ്ങനെ കുത്തുന്നതുകൊണ്ടാണ് അത്രയും കൊണ്ട് പൊള്ളിയാത്ത. അല്ലെങ്കിൽ പിന്നെ എല്ലാവരും ഓർക്കും ഇനി പൊള്ളി വരത്തില്ലേ എന്ന് ഓർക്കും. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ നമ്മുടെ പൂരിയെല്ലാം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് ഇത്രയും മുഴുവൻ ഉണ്ടാക്കിയിട്ടും ഒരു ശകലം പോലും ഇതിനകത്ത് എണ്ണ കരിഞ്ഞ് പിടിച്ച്, ഞാനിത് എപ്പോഴും ഇങ്ങനെ ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്കറിയാം അങ്ങനെ എണ്ണ കരിഞ്ഞ് വരത്തില്ലെന്ന്. കരിഞ്ഞെന്ന് വെച്ചാൽ അതിനകത്ത് ഗോതമ്പ് പൊടി കരിഞ്ഞ് പിടിക്കുകയില്ലെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ പൂരിയെല്ലാം ഒരു സൈഡിൽ കൂടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനുള്ള എല്ലാം തയ്യാറുടെ പണി. അപ്പോൾ നമ്മുടെ ബാക്കി ചപ്പാത്തിയും കൂടെ നമുക്കിനി ഉണ്ടാക്കിയെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി ഞാൻ അതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഒന്ന് പരത്തിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒന്നിന് പുറത്തേക്ക് ഇങ്ങനെ അടിക്കടിക്കാണ് വെച്ചേക്കുന്നത്. അങ്ങനെ വെക്കുമ്പോഴും നമുക്ക് ഈ ചപ്പാത്തി ആണെങ്കിലും ഉണ്ടല്ലോ, ദോശക്കല്ലിലിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൽ കരിഞ്ഞ് പിടിക്കത്തില്ല.
ഒരു ശകലം പോലും പൊടി കരിഞ്ഞ് പിടിക്കത്തില്ല. അതിനുവേണ്ടി അത് ഞാനിങ്ങനെ പരത്തി എല്ലാം ഒന്ന് അടിക്കുന്നുണ്ട്. നമ്മൾ പൂരി ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ എണ്ണയാണ്. അതിനകത്ത് ഒരു ശകലം പോലും പൊടി കരിഞ്ഞ് വന്നിട്ടില്ല. ആ എണ്ണ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അങ്ങനെ നല്ല ഇതായിട്ട് തന്നെ എണ്ണ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ഇനി ചപ്പാത്തി ഇതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന ചപ്പാത്തി അല്ല കേട്ടോ, കുറച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കാനായിട്ടാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുത്ത് വെക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് രാവിലെയൊക്കെ എണീറ്റുണ്ടല്ലോ, ചപ്പാത്തിക്ക് വേണ്ടി കിടന്ന് മാവ് കുഴക്കേണ്ട, അതുപോലെ പരത്തണ്ട, ഒന്നും വേണ്ട, ചുട്ട് മാത്രം എടുത്ത് നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന കവർ ചപ്പാത്തിയില്ലേ, അതുപോലെ തന്നെ നമ്മളിത് ഉണ്ടാക്കിയെടുത്ത് നമുക്ക് വെക്കാൻ പറ്റും. യാതൊരു കേടും പറ്റാതെ നമുക്ക് ഒരു മാസത്തോളം നമുക്കത് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ എവിടെയെങ്കിലും സൂക്ഷിക്കാവേ. അപ്പം ഞാൻ കൂടുതലും ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. നമുക്കെന്നിട്ട് ഇവിടെ മിക്കപ്പോഴും ചപ്പാത്തിക്ക് നല്ല ചിലവുള്ള ദിവസങ്ങളുണ്ട്. കാര്യം വെച്ചാൽ ഇവിടെ മിക്കപ്പോഴും എല്ലാവർക്കും ചപ്പാത്തി കൂടുതൽ ഇഷ്ടമാണ്. അങ്ങനെ ചപ്പാത്തിയുടെ മാവ് കുഴച്ച് വെച്ച് അത് ഇതുപോലെ തന്നെ പരത്തിയെടുത്ത് ഒന്ന് ഇങ്ങനെ അടുക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇതും പൊടി തന്നെയാണ് ഞാൻ പരത്തിയെടുത്തേക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ അടുക്കി വെച്ചേക്കുന്നതുകൊണ്ടാണ് അതേ ശകലം പോലും പൊടി പിടിക്കാത്ത, കല്ല് ശകലം പോലും പൊടി കരിഞ്ഞ് പിടിക്കുന്നില്ല. പിന്നെ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരുപാട് നമ്മൾ വേവിക്കത്തില്ല, അതിൻ്റെ ഒരു പച്ചപ്പൊന്ന് മാറിയെടുക്കത്തേ ഉള്ളൂ കേട്ടോ, ചെറുതായിട്ടൊന്ന് പച്ചപ്പ് മാറിയെടുക്കത്തേ ഉള്ളൂ, അല്ലാതെ വേവിച്ചെടുക്കത്തില്ല. പച്ചപ്പൊന്ന് മാറി നമ്മൾ എന്നിട്ട് ഞാൻ ന്യൂസ് പേപ്പറിലോട്ടാണ് ഇടുന്നത്, ഇട്ട് അതിങ്ങനെ നിരത്തിയിടണം. നമ്മൾ ഓരോ പ്രാവശ്യം ഒരെണ്ണം എടുത്ത് അടുത്ത് ഇടുമ്പോഴത്തേക്ക് ആ കിടക്കുന്നിടത്തുനിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇടണം. ഇല്ലെങ്കിൽ ഇതിൻ്റെ ചൂട് കൊണ്ടുണ്ടല്ലോ ഈർപ്പം അതിലേക്ക് പേപ്പറിലേക്ക് അങ്ങ് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് വെക്കണം. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പം ഇങ്ങനെ ഇതെല്ലാം ഒരുപാട് വേവിച്ചെടുക്കാതെ ചെറുതായിട്ടൊന്ന് ഇങ്ങനെ വാട്ടി എടുക്കുകയാണ് ചെയ്യുന്നത്. അത് അങ്ങനെ ചപ്പാത്തി എല്ലാം ഒന്ന് വാട്ടി എടുത്തതിന് ശേഷം ഇനി നമുക്കത് തണുത്തതിന് ശേഷമാണ് ഒരു പാക്കറ്റിലേക്ക് മാറ്റേണ്ടത് കേട്ടോ. അപ്പം എല്ലാം പേപ്പറിലോട്ടൊക്കെ ഒന്ന് ഇടുവാണ്. ഇട്ട് എല്ലാം ഒന്ന് ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് പേപ്പറിലോട്ട് നിരത്തി ഞാൻ എടുക്കുന്ന പേപ്പറിലോട്ട് ഇടുന്ന ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ഇത് ഫോൺ ഒരിടത്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇനി അപ്പുറത്ത് ഒന്നാമത് വെട്ടമില്ല, മഴയൊക്കെ ആയിക്കൊണ്ട് കറണ്ടും ഒക്കെ പോയി വെട്ടമൊന്നും ശരിക്കും അങ്ങോട്ട് കിട്ടാതൊക്കെ ഉള്ളൊരു വീഡിയോ എടുപ്പാണ്. അപ്പം നമ്മുടെ ചപ്പാത്തിയെല്ലാം സെറ്റായിക്കൊണ്ടിരിക്കുന്നു. ഇനി നമുക്കത് പാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് കൂടെ കാണിച്ചു തരാവേ. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ പാത്രമൊക്കെ ഉണ്ടല്ലോ, അതിനകത്തോ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ പാത്രത്തിലോ അങ്ങനെ എന്നാത്തി വേണമെങ്കിലും ഇത് അടച്ച് വെക്കാം. ഇതുണ്ട് ഞാൻ പറഞ്ഞില്ല ഈർപ്പം പോലെ വരുമെന്ന് പറഞ്ഞില്ല, നമ്മളിത് മാറ്റി ഇട്ട് കൊടുത്തില്ലെങ്കിൽ ഈർപ്പം പോലെ വരും. അപ്പോൾ അത് പെട്ടെന്ന് അങ്ങ് മാറ്റി, എന്നാലും ഒരു ശകല ഈർപ്പത്തിൻ്റെ ഇത് വരും. പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ മാറ്റിയത് അത് ആ ചപ്പാത്തിയിൽ അങ്ങനെ ഒന്നും പറ്റത്തില്ല കേട്ടോ, അത് ആ പെട്ടെന്ന് അങ്ങ് സെറ്റായിക്കോളും. അങ്ങനെ നമ്മൾ ഈ കവറിനകത്തോ അല്ലെങ്കിൽ പാത്രത്തിലോ, ഞാൻ എന്നു വെച്ചാൽ നമ്മൾ ഈ ഗോതമ്പൊടിയൊക്കെ കൊണ്ടുവരുന്ന കവറുണ്ടല്ലോ അതിനകത്ത് തന്നെയാണ് ഇത് സെറ്റാക്കി വെക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇത് കണ്ട് അത് നമ്മൾ ആ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഒരു തലതലാൻ തന്നെയാണ് കിടക്കുന്നത്. നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോഴും നല്ല സോഫ്റ്റായിട്ട് തന്നെ ഈ ചപ്പാത്തി ഇരിക്കും, അല്ലാതെ ഒട്ടും കട്ടി വരത്ത്. നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പാക്കറ്റ് കവർ ചപ്പാത്തി നമ്മൾ എങ്ങനെ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. കാര്യം നമുക്ക് രാവിലെയൊക്കെ ആണെങ്കിലും ചിലപ്പോൾ വൈകുന്നേരമൊക്കെ ആണെങ്കിലും ചപ്പാത്തി വേണമെന്നുണ്ടെങ്കിൽ അന്നേരം പിന്നെ എടുത്ത് നമുക്കൊന്ന് ഉണ്ടാക്കി മതി. അപ്പോൾ ഇത് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെളിയിൽ വെക്കുമ്പോഴത്തേക്ക് ഒരു ഉണ്ടാക്കുന്നതിന് ഒരു 5-10 മിനിറ്റ് മുമ്പ് ഫ്രിഡ്ജിൽ നിർത്തുന്ന വെളിയിലോട്ട് വെക്കണം, തണുപ്പ് പോകാനായിട്ട്. എന്നിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലൊരു കവർ എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ ചൂടും കൂടെ ഞാനങ്ങ് കട്ട് ചെയ്ത് കളയും കേട്ടോ. കട്ട് ചെയ്ത് കളഞ്ഞേച്ചാണ് ഞാനതിലേക്ക് ഇതാക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു കവറിനകത്ത് ഞാൻ എപ്പോഴും സൂക്ഷിച്ച് വെക്കുന്നത് കേട്ടോ, അല്ലാതെ വേറെ അങ്ങനെ ഒരു കവറോ ഇതൊന്നും അങ്ങനെ എടുക്കാറില്ല. ഇങ്ങനെയുള്ളൊരു കവർ ഈ ഗോതമ്പൊടി ഉണ്ടെന്ന കവറിനകത്ത് തന്നെ എടുത്താണ് വെക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിനകത്തോട്ട് ചപ്പാത്തിയെല്ലാം ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ സപ്പോർട്ട് ചെയ്യാതിരിക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലിൽ എല്ലാ സൈസുള്ള വീഡിയോസും ഉണ്ട് കേട്ടോ, അല്ലാതെ ഇനിയൊരു വീഡിയോ ഒന്നും മാത്രമായിട്ടല്ല. എനിക്ക് നല്ലതെന്ന് തോന്നുന്ന വീഡിയോസ് എല്ലാം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒന്ന് കവറിനകത്താക്കി എടുത്ത് ഫ്രിഡ്ജിലോട്ടെടുത്ത് വെച്ചാൽ മതി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ അടുത്ത എന്തെങ്കിലുമൊക്കെ ഒരു പുതിയ ടിപ്സും കാര്യങ്ങളും എല്ലാം കൂടെ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. കാര്യം ഉറപ്പ് ഞാൻ പറഞ്ഞില്ല, നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ വെറൈറ്റി ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ അങ്ങനെയുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നവരൊക്കെ വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബെൽ ബട്ടണും കൂടെ ഒന്ന് അമർത്തുക, എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് വരത്തുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒക്കെ അവസാനിപ്പിക്കാനായിട്ടുള്ള സമയമായിട്ടുണ്ട്. അടുത്ത വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാമേ. പിന്നെ നേരെ എടുത്തിനി ഫ്രിഡ്ജിലോട്ട് ഇത് വെക്കുവാണ്. ഇനി ആവശ്യമുള്ള സമയത്ത് ഫ്രിഡ്ജിൽ നിന്നൊരു 10-15 മിനിറ്റ് മുന്നേ എടുത്ത് വെക്കുക, ഉണ്ടാക്കി കഴിക്കുക, അത്രയേ ഉള്ളൂ.